ഈ 150 ആൾ കുടുങ്ങി കിടന്നിരുന്ന ഈ ഇസ്ലാമിക മദ്രസയിലായിരുന്നു. അവരെ ഞങ്ങൾ ഫസ്റ്റ് ആ റോഡിൽ കൂടെ ഇറക്കി, അപ്പുറത്തെ റോഡിൽ കൂടെ ഇറക്കി. അതിനുശേഷം ഒരു 7 ബോഡി ഈ ബിൽഡിങ്ങിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ഈ ബിൽഡിങ്ങിൽ 7 ബോഡി കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഈ 7 ബോഡി ഞങ്ങൾക്ക് ഇതിൽ കയറാൻ പറ്റിയില്ല. ഈ ബോഡി ഇതിൻ്റെ ഉള്ളിൽ 7 ബോഡി കിടന്നായിരുന്നു. ഈ 7 ബോഡി എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ ടെറസിങ്ങനെ ഇത് മദ്രസയല്ല, മദ്രസ അവിടെയാണ്. ഇവിടെ ഒരു 7 ബോഡി കിടന്നത്. ഈ ബോഡി എടുക്കാൻ പറ്റില്ല, കാരണം മിഷനറീസിന്റെ ബുദ്ധിമുട്ടുണ്ട്. മിഷനറീസ് ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. ഭിത്തിൻ്റെ ഈ ടെറസ് അവരെ മേത്ത് വന്ന് കിടക്കുകയായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഈ 150 ആളെ ഇവിടുന്ന് ഞങ്ങൾ കൊണ്ടുപോയി. ഒന്ന് പൊക്കോളൂ സുരേഷ് ഗോപി, എടുത്തു. ഇവിടെ യൂണിറ്റ് അവിടെ ഉണ്ടല്ലോ അല്ലേ? യൂണിറ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട് ഇങ്ങോട്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി എനിക്കൊരു 11 മണി ഷെഡ്യൂൾ ചെയ്ത് നേരത്തെ എത്തിയിട്ടുണ്ട് അല്ലേ? ഇവിടുന്നാണ് ഇവിടുന്നാണ് 7 ബോഡി ഞങ്ങൾ ഇവിടെ കിടന്നത്. ഇത് കിട്ടിയില്ല. പിന്നെ ബെയിലിപ്പാലം ഉണ്ടാക്കിയതിന് ശേഷമാണ് JCB വന്നതിന് ശേഷം ഇവിടുന്ന് ആ ബോഡി റിക്കവറി എടുത്തു. അവിടെ നിന്നുണ്ടായിരുന്ന 150 ആൾ ഞങ്ങൾ ആ വഴി അങ്ങോട്ട് ഇറക്കി നോക്കുന്ന സമയത്ത് ആ കാഴ്ച എന്തായിരുന്നു? ഒരു ഭയങ്കര ഫീലിംഗ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെ പറഞ്ഞ് നമുക്ക് ഒരാളെയും മനസ്സിലാക്കാൻ കഴിയില്ല, ആ ഒരു അവസ്ഥയാണ്. അതുപോലെ ഈ താഴെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങിലാണ് ഒരാളെ ബോഡി ടെറസ് മുകളിൽ വന്നിരിക്കുന്നു, താഴെ കഴുത്തിലൊരു ജനൽ വന്ന് കിടക്കുകയാണ്. കിട്ടാത്തൊരു സിറ്റുവേഷനാണ് ഞങ്ങൾക്ക്, എങ്ങനെയും കിട്ടാത്തൊരു സിറ്റുവേഷൻ. മെഷീൻ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പിറ്റേ ദിവസം JCB ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞ് JCB വന്നതിന് ശേഷമാണ് ആ ബോഡി എടുത്തത്. അവിടെ അനിൽകുമാറിൻ്റെ ലൈഫിൽ ഏറ്റവും എൻ്റെ സർവീസിലും എൻ്റെ ജീവിതത്തിലും എത്രയും വലിയൊരു ഓപ്പറേഷൻ, ഇത്രയും വലിയൊരു അനുഭവം ഉണ്ടായി. ഞങ്ങളിവിടുന്ന് 14 ബോഡി ഞങ്ങളിവിടുന്ന് ഫസ്റ്റ് ദിവസം എടുത്തു. 14 ബോഡി എടുത്തു. പിന്നെ രണ്ടാമത്തെ ദിവസം 5 ബോഡി ഞങ്ങൾ താഴേക്ക് കൊണ്ടുപോയി. 5 ബോഡി. അതിനുശേഷം വനറാണി എസ്റ്റേറ്റിൽ നിന്ന് ഒരു 19 ആളെ പിറ്റേ ദിവസം രക്ഷപ്പെടുത്തി. പിറ്റേ ദിവസം അന്നത്തെ ദിവസം താഴ്ചയിൽ പിറ്റേ ദിവസം ഉച്ചയാകുമ്പോഴേക്കും ബാക്കിയുള്ള എല്ലാ ആർമി എല്ലാവരും ജനങ്ങളും വന്നു. അതിനുശേഷം പിന്നെ കുറച്ചൊരു റിലാക്സ് ആയിരുന്നു. ഫസ്റ്റ് ദിവസം ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്തൊരു കമൻറ്റബിൾ ജോബാണ്. യു ഷുഡ് അപ്രീഷിയേറ്റ് ഇറ്റ് ആൻഡ് സല്യൂട്ട് ഇറ്റ് ഫ്രം ദ ഹാർട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അല്ലെങ്കിലും പറഞ്ഞതുപോലെ ഈ പ്രദേശമാണ് നമ്മളുടെ കുറേ മണിക്കൂറുകൾ നമ്മൾ വാർത്തയിൽ നിറഞ്ഞു നിന്ന പ്രദേശമാണ്. ഇവിടെ ഹേല എലബിൻ